ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വെൽ. ഇന്ന് നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. നമ്മുടെ കുടുംബത്തൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഷോപ്പിങ്. അപ്പോൾ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ആദ്യം നമ്മൾ വീടിനടുത്തുള്ള ഫുർസുങ്കി ടെക്സ്റ്റൈൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഒരു വീട്ടിൽ നിന്ന് നമുക്കൊരു കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇത് ആക്ച്വലി പൂന സാസ്വാഡ് റോഡിലാണ്. ഒരു 10 കിലോമീറ്റേഴ്സ് രണ്ട് സൈഡിലും ഹോൾസെയിൽ മാർക്കറ്റാണ്, സാരിയുടെയും ഡ്രസ് മെറ്റീരിയലിൻ്റെയും. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ വീടിനടുത്തുള്ള ഹരിയോം എന്നുള്ളൊരു മാർക്കറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ റോഡിലെ എൻക്രോച്ച്മെൻ്റ് ഒക്കെ പൊട്ടിച്ചിട്ടേക്കുകയാണ് ഇവിടെ. നമ്മൾ ഹരിയോമിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇപ്പം എനിക്ക് ആക്ച്വലി ഒരു നല്ല ബനാറസോ പൈഠണിയോ സാരി നോക്കണം. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ റേഞ്ചിലുള്ള ഒരു 2-3 സാരി നോക്കണം. അത് കഴിഞ്ഞ് രുദ്രാണിക്ക് ലെഹങ്ക നോക്കണം. നമ്മളിപ്പം ബനാറസ് സാരികളാണ് നോക്കുന്നത്. ഇതൊരു 4,000-4,500 റേഞ്ച് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് കളറൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഓരോന്നായിട്ട്. ഇവിടെ ഇത് ബനാറസാണ്. ബനാറസിലൊരു പക്ഷേ എനിക്ക് അതിൻ്റെ ആ ക്ലോത്ത് അങ്ങോട്ട് പിടിച്ചില്ല, അതിൻ്റെ ടെക്സ്ചർ. ഇതൊക്കെ 4,000-4,500 റേഞ്ചിലെ ബനാറസാണ്. ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് കല്യാണത്തിനൊക്കെ എടുക്കാനൊക്കെ നല്ല സാരികളാണ് കിട്ടുന്നത്. ഇത് പൈഠണിയാണ്. പൈഠണി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ട്രഡീഷണൽ സാരിയാണ്. ഇത് 12,500 റുപ്പീസിൻ്റെയാണ്. ഇത് തന്നെയും അത്ര പ്യുവറല്ല തുണി. ഇപ്പം മിക്സാണ് വരുന്നത്. പ്യുവർ സിൽക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് സാരിയുണ്ട്. അത് കഴിഞ്ഞ് അത് നമുക്ക് ഇഷ്ടപ്പെടാൻ നമുക്ക് അടുത്ത കടയിലേക്ക് പോയി. അപ്പോൾ ആദ്യമേ രുദ്രാണിക്കുള്ള ലെഹങ്ക നോക്കി. ഇതൊരു 3,000 to 5,000 റേഞ്ചിലുള്ള ലെഹങ്കകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അതിൽ രുദ്രാണിയുടെ സൈസ് നോക്കി എടുത്തപ്പം വളരെ കുറവായിരുന്നു സെലക്ഷന്. ഇപ്പോൾ 2 എണ്ണം നോക്കി, അത് ശരിക്ക് ഇതാകുന്നുണ്ട്. അതെല്ലാം വല്ല പേസ്റ്റൽ കളേഴ്സിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ലെഹങ്ക തന്നെ ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് ഒരുപാട് ലൈറ്റ് കളറായിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ലെഹങ്ക തന്നെ ഫൈനൽ ചെയ്തു. പിന്നെ ഇങ്ങനെ ആളുകൾക്കൊക്കെ കൊടുക്കാനുള്ള സാരികൾ നോക്കുകയാണ്. ഇവിടെ കല്യാണത്തിനൊക്കെ മഹാരാഷ്ട്രയിൽ എല്ലാവർക്കും സാരിയൊക്കെ കൊടുക്കും. ഇതെന്ന് പറയുന്നത് വർക്ക് ചെയ്ത സാരികളാണ്. ഇതൊരു 500 to 1,000 റുപ്പീസ് റേഞ്ചിലുള്ള സാരികളാണ് കാണുന്നത്. അപ്പോൾ അവർ നമ്മളെ ഒരുപാടൊക്കെ കാണിച്ചു. പക്ഷേ ഒരുപാട് കളറൊക്കെ നാട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അത് കാരണം നമ്മളതൊന്നും എടുത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ല സെലക്ഷനുള്ള അടുത്ത ആ ഗോഡൗണിൽ തന്നെയുള്ള വേറൊരു വിങ്ങിലേക്ക് പോയി. ഇതെന്ന് പറഞ്ഞാൽ ഒരു 1,000 റുപ്പീസ് റേഞ്ചിൽ തന്നെയുള്ള കുറേ സെമി സിൽക്ക് പോലത്തെയൊക്കെയുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ടെസർ സിൽക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ടെസറിൻ്റെയാണ്. അപ്പം ഞാൻ കരുതി ഇപ്പം നാട്ടുകാർക്ക് നമുക്ക് ടെസറൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണ്. ഇതെല്ലാം മോസ്റ്റ്ലി പേസ്റ്റൽ കളറിലുള്ളതാണ്. ഇതെനിക്ക് പക്ഷേ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ ഒരു 600-650 റേഞ്ചാണ് പറഞ്ഞത്. ഇതൊക്കെ ഭയങ്കര കളറായിട്ട് തോന്നി. ഇതൊക്കെ നാട്ടുകാരെ കല്യാണത്തിന് കൊടുക്കാൻ. എന്താ ഇത് ടെസറിൻ്റെ തന്നെയാണ്, ഒരു തരം ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്. അതിൽ നിന്ന് 2-3 എടുത്തു. ഇവിടെ ബനാറസ് സാരികളും ഉണ്ട്, പക്ഷേ ഇത് കുറവാണ്. ഇത് നമ്മളുടെ ലെഹങ്കയാണ്, ബ്രൈഡൽ ലെഹങ്ക. ഇതെന്ന് പറഞ്ഞാൽ ഒരു 10,000 മുതൽ 50,000-60,000 വരെയുണ്ട്. ഒരുപാട് വർക്ക് ചെയ്ത ലെഹങ്കകളാണ്. ഞാൻ ആദ്യം കണ്ട ലെഹങ്ക എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് 12,000 റുപ്പീസേ ഉള്ളായിരുന്നു. ഇതൊക്കെ അങ്ങനെ ഇതാണ്, ആ റേഞ്ചാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബനാറസ് സാരിയുടെ വിങ്ങിലേക്ക് പോയി. ഒരു ബനാറസ് സാരി നോക്കണമെന്നുണ്ടായിരുന്നു. ഇത് 4,000-4,500 റേഞ്ചിലുള്ള സാരിയാണ്. എനിക്ക് ഒരു റിസപ്ഷന് വേണ്ടി സാരി എടുക്കണമെന്നുണ്ടായിരുന്നു. 2-3 സാരികളിലൊരു കൺഫ്യൂഷൻ. പിന്നെ അവസാനം ഒരു മെറൂൺ കളർ തന്നെ സെലക്ട് ചെയ്തു. നിങ്ങൾക്കപ്പം സാരികളൊക്കെ
ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ മെറൂൺ സാരി അവസാനം രുദ്രാണി എടുത്ത് നിൽക്കുന്നത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല അഫോർഡബിൾ റേഞ്ചാണ്, ബ്രൈഡ്സിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.